യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ അധിവസിക്കുന്ന സാമാന്യേന എല്ലാവർക്കും ഈ രാജ്യത്ത് എന്താണ് നടപ്പിലാകാൻ പോകുന്നത്, നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടതായിട്ടില്ല. കാരണം കേരളം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചതായി. അതിനെതിരെ അതിശക്തമായ സമര പോരാട്ടങ്ങൾ രംഗത്തുമുണ്ടായി. പക്ഷെ എന്തു പറയാൻ, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് യു പിയിലും ബീഹാറിലും ഹരിയാനയിലുമൊക്കെ പാവപ്പെട്ട തൊഴിലാളികളെ രാമന്റെയും ലക്ഷ്മണന്റെയും ശ്രീകൃഷ്ണന്റെയും ഒക്കെ പടം കാട്ടി ഇതാണ് ഈ ലോകം എന്നവരെ വിശ്വസിച്ചു. നമുക്കറിയാം, പണ്ട് രാമായണം സീരിയൽ വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഒക്കെ സംപ്രേഷണം ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ഹരേ രാമ വിളിക്കുന്നവരുടെ നാടായിരുന്നു അന്നത്തെ ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിന് ഇന്നും ഒരു മാറ്റവുമില്ല. കാരണം അവിടെ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ ഈ അടുത്ത കാലത്തെങ്കിലും സമരമുഖത്തേക്ക് എത്തേണ്ടതായി വന്നു. ഇവിടെ ഈ രാജ്യത്തെ CITയും ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുമെല്ലാം ആവർത്തിച്ച് പറഞ്ഞു, ഈ രാജ്യത്തെ തൊഴിലാളികളെ ഇല്ലാതാക്കാൻ, തൊഴിലാളികളുടെ താല്പര്യങ്ങൾ ഹനിക്കുവാൻ വേണ്ടി ഈ സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും അതൊന്നും മുഖവിലയ്ക്ക് എടുക്കാത്ത തൊഴിലാളികളുടെ ഒരു കൂട്ടം തന്നെ ഈ ഉത്തരേന്ത്യൻ ഇടങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അതിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സഖാവിടെ സൂചിപ്പിച്ചു. നോയിഡ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വികസനത്തിലേക്ക് വന്ന ഒരു പ്രദേശം. അവിടെ നിരവധിയായ ഫാക്ടറികൾ, മൊബൈൽ ഫോണിന്റെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ, വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ, അങ്ങനെ എന്തിനേറെ പറയുന്നു, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഒരു വ്യാവസായിക ഹബ്ബായി മാറിയ സ്ഥലമാണ് നോയിഡ. ഫാക്ടറികൾ പുതുതായി തുടങ്ങുമ്പോൾ നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു. സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം, ഒരു തൊഴിലാളി യൂണിയനെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ലഭിക്കുക എന്നത് വളരെ നല്ലത് എന്ന് പറയലാണ് പതിവ്. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നില്ല, CITവിന് എങ്ങനെ പറയാൻ കഴിയുന്നില്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നില്ല. എന്താണ് കാരണം? അവിടുത്തെ ഒരു തൊഴിലാളിയുടെ പകലന്തിയോളം പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ ഒരു മാസത്തെ വരുമാനം 9,000 രൂപയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? നിസ്സാര പണിയല്ല. രാവിലെ 8 മണിക്ക് കയറിയാൽ വൈകുന്നേരം 5 മണി വരെയാണ് പണി. അതിപ്പോൾ ഉയർത്തി 12ഉം 14ഉം മണിക്കൂറുകൾ പണിയെടുക്കുന്ന തരത്തിലേക്ക് നോയിഡയിലെ തൊഴിലാളികൾ പോകേണ്ടതായിട്ട് വന്നു. 9,000 രൂപയാണ് അവൻ എന്നിട്ടും മാസശമ്പളം. 1 രൂപ അധിക വേതനത്തിന് കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളത്. തൊഴിലാളികൾ സ്വാഭാവികമായും എന്താ പറയുക, മാനേജ്മെന്റിനോട് പരാതി പറയും. തൊഴിലാളി യൂണിയൻ ഉണ്ടെങ്കിൽ ആ യൂണിയന്റെ നേതാക്കൾ മാനേജ്മെന്റിനോട് പറയും, ഈ നടപടി ശരിയല്ല. പക്ഷെ ഉത്തരേന്ത്യയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ആളുകൾ തൊഴിലാളി യൂണിയനെ അല്ല കണ്ടത്, മറിച്ച് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് ഇതിന് ഒരു പരിഹാരം കാണുമെന്ന് കരുതി, വളർന്ന ആളുകൾ കരുതി. പക്ഷെ ആ കരുതലുകൾ കൊണ്ടൊന്നും അവിടെ രക്ഷയില്ലാതെ വന്ന ഒരു അവസ്ഥയിൽ അവിടുത്തെ തൊഴിലാളികൾക്ക് സംഘടിക്കേണ്ടതായി വന്നു. അതാണ് ഈ സമരത്തിന്റെ ഒരു ചരിത്രം. 9,000 രൂപ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കേരളത്തിന്റെ ഒരു പൊതുസ്ഥിതി ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ 9,000 രൂപ നമുക്ക് എന്തിനുണ്ട്? 2 കുട്ടികളുള്ള ഒരു വീട്ടിൽ ആ കുട്ടിക്ക് പാലും പഴവും ബിസ്ക്കറ്റും ഒരു മുട്ടയും മേടിച്ചു കൊടുത്താൽ തീരുന്ന പൈസ 9,000. 5ഉം 6ഉം കുട്ടികളുള്ള ഒരു കുടുംബത്തിനെ പോറ്റാൻ ആ ഗൃഹനാഥന് കഴിയുന്ന ഒരവസ്ഥ നോയിഡ എന്ന് പറയുന്ന ഈ വലിയ വ്യാവസായിക തലസ്ഥാനത്തിനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളേ. ഒരുപക്ഷെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ CITവിന്റെ തൊഴിലാളികൾ, ഞാനായാലും നിങ്ങളായാലും ചിന്തിക്കും, എന്ത് അങ്ങനെയൊക്കെ സംഭവിക്കാമോ? പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ തൊഴിലാളികൾ CIT പോലെയുള്ള കേന്ദ്ര തൊഴിലാളി യൂണിയനുമായി ബന്ധപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ ഒരു സമരത്തിലേക്ക് അവിടുത്തെ തൊഴിലാളികൾ പോകുന്നത്. തൊഴിലാളികൾ മാനേജ്മെന്റിന് പരാതി കൊടുത്തു, അവരെ ഭീഷണിപ്പെടുത്തി, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞു, അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി, ലോക്കപ്പിൽ മർദ്ദിക്കാൻ തയ്യാറായി, ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിക്കാൻ തയ്യാറായി. അവിടെയാണ് CITവിനെ പോലെയുള്ള ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ.
വലിയ ശക്തമായ രീതിയിൽ CITUവിന്റെ അഖിലേന്ത്യാ നേതൃത്വം വെള്ളമരം കരീമിന്റെ നേതൃത്വത്തിൽ നോയിഡയിൽ ഇടപെട്ടു. നോയിഡയിലും ഹരിയാനയിലും തുടങ്ങി മറ്റു പല പ്രദേശങ്ങളും ഇത്തരം തൊഴിലാളി വഞ്ചകമായ നിലപാടുകൾ എടുക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 9,000 രൂപ ശമ്പളം കൊടുക്കുന്നു എന്നത് മാത്രമല്ല, 14-12 മണിക്കൂർ അവരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്നു. ജോലിക്ക് സ്ഥിരതയുണ്ടോ? ജോലിക്ക് സ്ഥിരതയില്ല. സ്ഥിര നിയമനങ്ങളെല്ലാം മാറ്റി കരാർ നിയമനങ്ങളിലേക്ക് ഈ രാജ്യത്തെ തൊഴിലാളികളെ എത്തിക്കുക. അപ്പൊ കരാർ നിയമനത്തിന്റെ ഒരു ഗുണം എന്താ? മുതലാളിക്ക് ഇഷ്ടമുള്ള ആളുകളെ എടുത്ത് കരാർ നിയമനത്തിൽ ഏർപ്പെടാം. നാളെ അവനൊന്ന് പ്രതികരിച്ചു പോയാൽ അവനെ വിടാമെന്ന സ്ഥിതിയിലേക്ക് ഈ രാജ്യത്തെ മാറ്റുകയാണ്. നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ തൊഴിൽ ഉടമകളും തൊഴിലാളിയും ഗവൺമെന്റിൽ ഇരുന്നുകൊണ്ടൊരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ തീരുമാനിക്കും എന്താണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഈ തൊഴിലാളികൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, എന്താണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നിയമം നടപ്പിലാക്കേണ്ടത്. നരേന്ദ്രമോദി അധികാരത്തിലേറി നാളിതുവരെയായി അത്തരമൊരു ചർച്ച നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു, ഒരു ഭാരതത്തിൽ ഇന്ത്യയിൽ ഒരു ബജറ്റ് ഒരു ധനമന്ത്രി അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും തൊഴിലാളി എന്നൊരു വാക്ക് ഈ ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? തൊഴിലാളികൾക്ക് അനുകൂലമായി അവൻ ഇന്നത് നൽകണം, അങ്ങനെ ഒരു വാക്ക് പ്രഖ്യാപിക്കാത്ത ഒരു ബഡ്ജറ്റ് നരേന്ദ്രമോദിയുടെ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ ആകെ കോർപ്പറേറ്റുകൾ CITUവിന്റെ നേതാക്കളെ ഉൾപ്പെടെ തടയുന്ന തരത്തിലേക്ക് ഈ ഉത്തർപ്രദേശിലെ പോലീസ് മാറി. പക്ഷേ കരീം സഖാവിന്റെ നേതൃത്വത്തിലുള്ള CITUവിന്റെ നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടേ പോകൂ, ഞങ്ങൾ അവരെയും കൊണ്ടേ പോകൂ. പോലീസ് സ്റ്റേഷനുകളിലേക്ക് ചെന്നു, മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഞങ്ങളുടെ തൊഴിലാളി സഖാക്കളെ പോലീസ് ലോക്കപ്പിൽ നിന്നും മോചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിരോധത്തിലേക്ക് പോയപ്പോൾ ആ ഗവൺമെന്റിന് വിട്ടുമടക്കേണ്ടതായിട്ട് വന്നു. തൊഴിലാളികൾ ഈ രാജ്യത്ത് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധിയായ ആൾക്കാർ നോയിഡയിലെ സമരവുമായി ബന്ധപ്പെട്ട് അവരുടെ സമരത്തെ സഹായിക്കാൻ വേണ്ടി സമര സഹായ സമിതി രൂപീകരിച്ചുകൊണ്ട് അവിടേക്ക് എത്തുകയാണ്. അവിടെ ജാതിയും മതവുമല്ല പ്രശ്നം, അവിടെ തൊഴിലാളിയുടെ ഐക്യമാണ് പ്രശ്നം. തൊഴിലാളിക്കൊരു പ്രശ്നം വന്നാൽ അവിടെ ജാതിയില്ല, രാഷ്ട്രീയമില്ല, മതമില്ല. ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവനായാലും, ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് മതത്തിൽപ്പെട്ടവനായാലും, അവൻ ഏത് നാട്ടുകാരനായിക്കോട്ടെ, അവനൊരു പ്രശ്നം വന്നാൽ അവൻ തൊഴിലാളിയാണെങ്കിൽ ആ തൊഴിലാളിയുടെ പ്രശ്നത്തിൽ തോളോട് തോൾ ചേർന്ന് പോരാടും എന്നത് തന്നെയാണ് CITUവിന്റെ നയവും, അതാണ് തൊഴിലാളിയുടെ നയവും. ഈ തൊഴിലാളി നിയമം എന്നൊക്കെ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ് വന്നതൊന്നുമല്ല. ലോകരാജ്യത്തെ മുഴുവൻ നിയമങ്ങളും ക്രോഡീകരിച്ച് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ BB ഗിരിയെ പോലെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളി രാഷ്ട്രീയം പഠിച്ച ആളുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു നിയമം. അന്നത്തെ കാലം നമുക്കറിയാം, സോവിയറ്റ് റഷ്യയ്ക്ക് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ തൊഴിലാളി നിയമം. ആ തൊഴിലാളി നിയമം ഇന്ത്യയിലെ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളൊന്നും എന്നൊന്നും തീർത്ത് പറയാൻ കഴിയില്ല, എങ്കിലും ഏതാണ്ട് എല്ലാ അവകാശങ്ങളും അത് അംഗീകരിക്കുന്ന ഒരു തൊഴിൽ നിയമമായിരുന്നു. ഇപ്പൊ എവിടെ പോയി? 4 കോടുകളായി തിരിച്ചിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷ എടുത്തു കളഞ്ഞു, പരിരക്ഷ എടുത്തു കളഞ്ഞു. അവരുടെ എല്ലാ നിയമങ്ങളും ഈ രാജ്യത്തെ തൊഴിലാളികൾക്കെതിരായി മാറുകയാണ്. കോർപ്പറേറ്റുകൾക്ക് ഒരു പ്രശ്നമില്ല, തൊഴിലാളിയെ എത്ര നേരം വേണമെങ്കിലും പണിയെടുപ്പിക്കാം. തൊഴിലാളി പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവനാണ്. പക്ഷെ ശമ്പളം ചോദിച്ചാൽ അത് കൊടുക്കാനുള്ള ബാധ്യതയും മാനേജ്മെന്റുകൾക്കുണ്ട്. അത് പറഞ്ഞു പഠിപ്പിക്കുവാൻ ഈ രാജ്യത്തെ അധികാരികൾക്ക് ശ്രമിക്കണം. ഇതിപ്പോൾ ഈ നോയിഡയിലെ സമരം നോയിഡയിൽ മാത്രം അവിടുത്തെ പ്രാദേശിക പ്രശ്നമായി മാത്രം നമ്മൾ കാണേണ്ടതായിട്ടില്ല. ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ തൊഴിലാളികൾ രണ്ടാം തരക്കാരായി കാണുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു ഗവൺമെന്റ് അത് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നത്തിനെതിരെ വലിയ തീക്ഷ്ണമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ അധികാരത്തിൽ നിന്ന് മാറി UDFന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു. വരുമൊഴിയോ എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല.
ഇപ്പൊ 5 മണിക്ക് പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാത്തിരിക്കുകയാണ്. ഈ രാജ്യത്തിന്, ഈ കേരളത്തിന് ഒരു മുഖ്യമന്ത്രി വേണം. 7 മണിയായി. അപ്പൊ 7 മണിയെങ്കിൽ 7 മണി നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു ഭരണസ്തംഭനം ഉണ്ടാവരുത്. ആര് ഭരിച്ചാലും കേരളത്തിൽ ഒരു ഭരണസ്തംഭനം ഉണ്ടാവരുത്. പക്ഷെ ഭരണത്തിലേക്ക് എത്തുന്ന മുമ്പ് മുസ്ലിം ലീഗിന്റെ ആഫീസിൽ നിന്നും ഒരു കുറിപ്പ് പോയിരിക്കുന്നു. എന്താ കുറിപ്പ്? കേരളത്തിലെ കുടുംബശ്രീയിൽ ജോലിയെടുക്കുന്ന ആളുകളൊക്കെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടില്ല. 18 വർഷക്കാലം വരെ ജോലിയെടുക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ, അവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ജോലിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ ഇങ്ങനെ കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ ഇങ്ങനെ നന്നായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സംവിധാനമാക്കി മാറ്റിയെടുത്തിരിക്കുന്നത്. ആ കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്ന ആളുകളെ എന്താ അവർ പറയുന്നത്? എന്താ? അതിനകത്ത് കൂടുതൽ ആളുകൾ CIT ആണ്. രാഷ്ട്രീയം പലതുമായിക്കോട്ടെ, പക്ഷേ ഈ നാട്ടിൽ ഒരു സംവിധാനമുണ്ട്, കുടുംബശ്രീ എന്ന് പറയുന്നത്. ആ സംവിധാനത്തിൽ ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ തിരിച്ചുവിടണമെന്ന് മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസിൽ നിന്നും കത്ത് കൊടുക്കുന്ന തരത്തിലേക്ക് ജയിച്ചത് വരെ മുഖ്യമന്ത്രിയെ പോലും തീരുമാനിക്കാൻ കഴിയാത്ത UDF നേതൃത്വം മാറിയെങ്കിൽ വലിയ സമരങ്ങൾക്ക് ഈ കേരളവും ഇനി സാക്ഷിയാവേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാനും നിന്നാണ് പോയി 2-3 ദിവസം ശരീരം ഒന്ന് നന്നായി ചെല്ലുന്നു. കാരണം പഴയ കേരളത്തിൽ നിന്ന് മാറണം. എന്തായാലും ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലം, ആ കാലം നമുക്ക് നന്നായി അറിയാം. അന്ന് എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ DYFI ഉണ്ടല്ലേ. ഉമ്മൻചാണ്ടിയുടെ കാലം പുസ്തകം കിട്ടാതെ പാവപ്പെട്ട കുട്ടികൾ ഓണത്തിന് പരീക്ഷ എഴുതാതിരുന്നപ്പോൾ ഞങ്ങൾ പോയി ആ DD ഓഫീസിന് മുമ്പിൽ ഒന്ന് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ നല്ലതല്ലാതെ ഈ 5-10 വർഷക്കാലം ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ ഏതെങ്കിലും ഒരു KSUക്കാരന് ആ ആഫീസിന് മുമ്പിലേക്ക് പോവേണ്ടതായിട്ടുണ്ട്. വന്നിട്ടില്ല. കാരണം ഓണത്തിന് കൊടുത്ത പുസ്തകം ജാനുവരി മാസത്തിൽ കൊടുക്കാൻ തയ്യാറായ ഒരു സർക്കാർ കേരളത്തിൽ നിങ്ങൾ എന്ത് ചിന്തിച്ചു എന്നതിനെ സംബന്ധിച്ചൊന്നും എനിക്കറിയില്ല. അത് നമുക്ക് ആലോചിച്ച് അത് എന്റെ കാരണം കണ്ടെത്താം. എന്തായാലും ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ ആകെ തന്നെ പിരിച്ചുവിടണമെന്ന് തീരുമാനമെടുക്കുന്ന ഒരു സർക്കാരായി ചരിത്രം ഈ സർക്കാരിന് രേഖപ്പെടുത്തും. യാതൊരു തർക്കവുമില്ല. പക്ഷെ ഞങ്ങളെന്ന് പറയുന്നു, കേരളത്തിലെ CIT എന്ന് പറയുന്നു, കേരളത്തിലെ തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങൾ പറയുന്നു, അത്തരം മൂരാച്ചിപ്പണിയുമായി മുന്നോട്ട് പോയാൽ നോയിഡയല്ല കേരളം. ആദ്യമേ തന്നെ അത് മുളയിലെ നിന്നുള്ളതാണ്. മുസ്ലിം ലീഗിനും UDFനും നല്ലത് എന്ന് കൂടി ഈ അവസരത്തിൽ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ തൊഴിലാളികൾക്ക് ആവശ്യമായ വേതനം നൽകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഏത് സമരമുഖത്തേക്ക് പോകുവാനും CIT തയ്യാറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 48 മണിക്കൂർ സ്തംഭനം നടത്തി തൊഴിലിനു വേണ്ടി ഈ രാജ്യത്തെ ഗവൺമെന്റിനെ മുട്ടിന് വിറയുണ്ടാക്കിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത സംഘടന CIT ആണ്. ഇവിടെ INTUC ഉണ്ട്, BNF ഉണ്ട്, അങ്ങനെ കുറെ തൊഴിലാളി സംഘടനകളുണ്ട്. ഈ തൊഴിലാളി സംഘടനകളെല്ലാം വെച്ചു. ഈ തൊഴിലാളി സംഘടനകളെല്ലാം ഒരു കസേരയുടെ ചുറ്റും ഇരുത്തി ചർച്ച ചെയ്ത് ഇത്തരം നിലപാടിനെതിരെ ഒരു സമരം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എത്ര നാളായിട്ട് നമ്മൾ ആ ഒരു കോർഡിനേഷനുമായിട്ട് പോവാം. അവിടെ CIT രാഷ്ട്രീയം കാണുന്നില്ല. അവിടെ CITന്റെ മുന്നിലുള്ള രാഷ്ട്രീയം എന്താ? തൊഴിലാളികൾക്ക് രാഷ്ട്രീയം മാത്രമാണ്. തൊഴിലാളിക്ക് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിന് സഹകരിക്കാൻ ഈ രാജ്യത്തെ എല്ലാ തൊഴിലാളികളും അവിടെ രാഷ്ട്രീയ ജാതിയില്ല, രാഷ്ട്രീയമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഒരു വിവേചനവുമില്ലാത്ത ഒരു വലിയ സമരമുഖത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നോയിഡയിൽ നടക്കുന്ന സമരത്തെ നമ്മൾ കുറിച്ചുവായിക്കേണ്ടത്. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു ഗവൺമെന്റിന് കഴിയേണ്ടതായിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ ഒരു ഗവൺമെന്റിന് കഴിയേണ്ടതായിട്ടുണ്ട്. ഉത്തർപ്രദേശിലും മാത്രം പറ്റും നിങ്ങൾ പോകുമ്പോഴൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ പോലും ഫാക്ടറികളിൽ ഒന്നും ഉണ്ടാക്കിയില്ല. കുറെ പൊട്ടിപ്പൊളിഞ്ഞ കുറെ ബാത്റൂമുകളിൽ ടോയ്ലറ്റുകളിൽ പോയി അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണം. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ചോട്ടിട്ടെന്ന് പറയുന്ന തിരുവനന്തപുരത്തിന്റെ വസ്ത്ര വ്യാപാരശാലയിൽ പോയി. അപ്പോൾ നമ്മളവിടെ ടോയ്ലറ്റിന്റെ സമീപത്ത് നമ്മൾ കുറെ അവിടുത്തെ ജോലിക്കാർ അവിടെ ഇരിക്കുന്നു. ടോയ്ലറ്റിനകത്താണ് ടോയ്ലറ്റ് നമ്മൾ കയറി നടക്കും. അത് കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഇരിക്കാൻ സമയമില്ല. രാവിലെ വന്ന് കയറിയാൽ അവരുടെ ജോലി ടൈം വരെ നിൽപ്പാണ്.
അപ്പൊ അവർക്ക് എവിടെ ഇരിക്കാൻ പറ്റും? അവർക്ക് ആയിരിക്കേണ്ടതിന്റെ ഈ ക്യാമറ ഇല്ലാത്ത സ്ഥലം ഈ ടോയ്ലറ്റിന്റെ സൈഡിലാണ്. പുരുഷന്മാർ മൂത്രമൊഴിക്കാൻ പോകുന്ന ടോയ്ലറ്റിന്റെ വാതിക്കൽ വന്ന് കുത്തിയിരിക്കേണ്ട ഗതികേട് കേരളത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു മാറ്റം വന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്ന് സർക്കാർ വന്നതിന് ശേഷമാണ്. നോയിഡ എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾ അവിടെ വനിതകളവിടെ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് ന്യായമായും അവരുടെ സുരക്ഷ ഒഴിവാക്കുന്ന അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതായിട്ടുണ്ട്. അതുപോലെ നടപ്പിലാക്കാത്തവരാണ്. ഈ തൊഴിലാളി സമരങ്ങളെല്ലാം ഇത്തരം പ്രദേശങ്ങളിൽ നിന്നുമാണ് ആരംഭിച്ചിട്ടുള്ളത്. പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂലി കിട്ടിയില്ലെങ്കിൽ ആ കൂലി കിട്ടാത്ത ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും വലിയ ജനകീയ മുന്നേറ്റങ്ങൾ നടത്തിയ യൂണിയനാണ് CIT യൂണിയൻ. ഇടുക്കിയിൽ ഉൾപ്പെടെ തൊഴിലാളി മേഖലകളിൽ വലിയ പോരാട്ടങ്ങൾ നടത്തിയാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും CIT വളർന്നു വന്നിട്ടുള്ളത്. വളരെ വ്യക്തമായി തന്നെ ഇന്ത്യയുടെ ബഹുമാനായ CITയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരി അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, നോയിഡയിലെ മാത്രമല്ല ഉത്തരേന്ത്യയിലെ തൊഴിൽ എടുക്കുന്ന മുഴുവൻ തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും വരെ ഒരു വലിയ തൊഴിൽ സമരത്തിലേക്ക് പോകേണ്ടി വന്നാൽ തൊഴിൽ സമരത്തിലേക്ക് പോകാൻ CIT തയ്യാറാവും. CIT മാത്രമല്ല തയ്യാറാകുന്നത്, CIT മറ്റ് തൊഴിലാളി വർഗ സംഘടനകളെ കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. INTUC ആയാലും UTUC ആയാലും HMS ആയാലും ആരുമായിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം CITനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നം എന്താ? തൊഴിലാളിക്ക് ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ഉത്തരവിച്ച് നിൽക്കണം. നമ്മുടെ പ്രദേശത്തെ മുഴുവൻ തൊഴിലാളികളെ സംഘടിപ്പിക്കണം. വേണ്ടി വന്നാൽ നോയിഡയിലേക്ക് പോകണമെങ്കിൽ നോയിഡയിലേക്ക് പോകണം. ഉത്തരേന്ത്യയിൽ കർഷകർ അവർ ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങൾക്ക് വേണ്ടത്ര വില ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടുത്തെ സർക്കാരുകളോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ന്യായമായ വില തരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ തൊഴിലാളികൾ കൂട്ടമായി ചേർന്നു. അവിടെ നിന്നും ഒരു ലോൺ മാർച്ച് ആദ്യം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നടന്നു. തുടങ്ങിയപ്പോൾ 10-100 പേരാണ് ആ യാത്ര തുടങ്ങുന്നത്. ഒരുപക്ഷെ മലയാള മനോരമ എന്ന് പറയുന്ന ഈ കേരളത്തിൽ രാവിലെ എല്ലാ കള്ളത്തരവും എഴുതി നമ്മുടെ മുമ്പിലേക്ക് പടച്ചുവിടുന്ന മലയാള മനോരമയുടെ മുമ്പിലത്തെ ഏറ്റവും പ്രധാന പേജിൽ ഒരു ഫോട്ടോ ഇപ്പോഴും നിങ്ങളുടെയും എന്റെയും മുന്നിൽ ഉണ്ടായിരിക്കും. ഒരു പ്രായമായ ആളിന്റെ കാലിന്റെ അടിഭാഗം തൊട്ട് ചോരയെടുക്കുന്ന ഒരു പടം, അല്ലെ? ഫോട്ടോ നിങ്ങളൊക്കെ ഇപ്പോഴും ഓർത്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. എന്റെ മനസ്സിൽ ആ ഫോട്ടോ ഉണ്ട്. വളരെ ദയനീയമായ ഒരു ഫോട്ടോ. ആ ഫോട്ടോ കിലോമീറ്ററുകൾ കടന്നു വരുന്ന ഒരു കർഷക തൊഴിലാളിയുടെ ചിത്രമായിരുന്നു. ആ കർഷക തൊഴിലാളി അവിടുന്ന് ആ സമരവുമായി മുന്നോട്ട് വന്നപ്പോൾ അന്ന് ആ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. പക്ഷേ ആ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ അകത്തേക്ക് ഈ ജാഥ കടന്നപ്പോൾ അങ്ങ് ഗോപുരത്തിന് മുകളിലിരുന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി താഴെ വന്ന് തൊഴിലാളികളോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുതന്നെയല്ലേ ഡൽഹിയിൽ സംഭവിച്ചത്? ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾ ഡൽഹിയിലൊരു പ്രത്യേകതയുണ്ട്. ഡൽഹിയിൽ ഇപ്പോഴും നമുക്ക് പല ദിവസങ്ങളിലും പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം അവിടെ വളരെ അന്തരീക്ഷ മലിനീകരണമാണ്. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ അസുഖങ്ങൾ ഉണ്ടാകും. അത്തരം അസുഖങ്ങൾ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കൂടുതലുള്ള ഡൽഹി എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ തണുപ്പാണ്. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ മൈനസ് തണുപ്പാണ് വരുന്നത്. ചൂട് വരുമ്പോൾ 50ഓളം എടുക്കും. അങ്ങനെ ആ ചൂടിലും തണുപ്പിലും ഏതാണ്ട് 1 വർഷക്കാലം സമരം ചെയ്തു ഇന്ത്യ മഹാരാജ്യത്തെ കർഷകർ. അവിടെ CIT പറഞ്ഞു, കർഷകർ മാത്രമല്ല ആ സമരത്തിൽ അണിനിരക്കേണ്ടത് തൊഴിലാളികൾ കൂടെ. ഞങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ പോയിട്ടാണ് ആ സമരത്തിൽ. അന്നെന്താ നരേന്ദ്രമോദി പറഞ്ഞത്? ഞങ്ങളുടെ നയം നടപ്പിലാക്കും. ഏതാണ്ട് 1 വർഷക്കാലം ആ സമരത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ തങ്ങളുടെ നയം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നല്ല ബോധ്യം നരേന്ദ്രമോദിക്കുണ്ടായി. നരേന്ദ്രമോദി ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി. എന്നാൽ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല. പക്ഷെ എന്നാലും അത് തീർക്കും, ഞങ്ങൾ നിങ്ങൾ പറയുന്നതിന്റെ കൂടെയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു സമരം എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരമൊരു സമരമായി നോയിഡയിലെ സമരം മാറുകയാണ്. നോയിഡയിലെ ഫാക്ടറി ഉടമകളെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ ഒരു സമരം അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമരത്തിന് CITയുടെ വലിയ പിന്തുണയുണ്ട്. ഈ പിന്തുണ നോയിഡയിലെ സമരത്തിന് മാത്രമായി ഒതുങ്ങുകയില്ല. ഈ രാജ്യത്തെ തൊഴിലാളികളുടെ എല്ലാ സമര പോരാട്ടങ്ങൾക്കും CITയുടെ
പിന്തുണയുണ്ടാകും. ലേബർ കോഡുകൾ പിൻവലിക്കും വരെ, തൊഴിലാളിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കും വരെ, തൊഴിലാളിയുടെ കരാർ നിയമനം റദ്ദാക്കുന്നിടം വരെ ഈ രാജ്യത്ത് CITയുടെ നേതൃത്വത്തിൽ വലിയ സമരത്തിലേക്ക് പോകും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ആളുകളുടെ ഈ പോലീസിനെ പേടിച്ച് ഈ സമരം അങ്ങ് വേണ്ടായെന്ന് വെക്കുന്ന ആളുകളാണ് ഈ CITയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ CITയുടെ പ്രവർത്തകർ, തൊഴിലാളികൾ എന്ന് ഒരിക്കലെങ്കിലും അവർക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ ഈ കേരളത്തിലെ മുഴുവൻ ഏരിയ കേന്ദ്രങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ യോഗങ്ങൾ കൂടുകയാണ്. നോവയിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എന്ത് സമരത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടി വന്നാലും ആ സമരത്തിന് പിന്തുണയുമായി ഈ കേരളത്തിലെ CITയുടെ സഖാക്കൾ കൂടെ ഉണ്ടാകും. കേരളത്തിലെ CITയുടെ സഖാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നോ രണ്ടോ ആളുകളല്ല. രാവിലെ കുളിച്ച് കുടിതൊട്ട് അമ്പലത്തിൽ ചെന്ന് ഭഗവാന്റെ മുമ്പിൽ നിന്ന് നമ്മൾ ഈ പ്രസാദം ഇങ്ങനെ രണ്ട് കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് പ്രസാദം എത്തുതരുന്ന ആ തിരുമേനിയോട് ചോദിക്കണം, നിങ്ങൾ ഏത് യൂണിയനാണ്? അപ്പൊ പറഞ്ഞുതരും, ഞങ്ങൾ CIT യൂണിയൻകാരാണ്. മനസ്സിലായി? അപ്പൊ പറയും, ഞാൻ CIT യൂണിയനാണ്. ആരാ പറയട്ടെ? അമ്പലത്തിനുള്ളിൽ നിന്നും നമ്മുടെ കയ്യിലേക്ക് പ്രസാദം ഇട്ടു തരുന്ന തിരുമേനി. പണ്ട് CITയുടെ ഓട്ടോറിക്ഷക്കാരൊക്കെ ഈ റോഡിൽ കൂടെ പ്രകടനം നടത്തുമ്പോൾ ഈ ബാങ്കിലെ ജീവനക്കാരൊക്കെ പറയുന്നത് രാവിലെ കൊടിയെടുത്തോട്ട് ഇറങ്ങിയേക്കാൻ ഏറ്റവും കൂടുതൽ സമരം ഇവിടെ ബാങ്കിങ് മേഖലയിലാണ്. അപ്പോൾ തീർച്ചയായും ഈ കേരളത്തിലെ CIT എന്ന് പറഞ്ഞാൽ, ഈ ഇന്ത്യയിലെ CIT എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഒരു പെരുമഴ പോലെ അത്തലച്ചു വരും. യാതൊരു തത്വവുമല്ല. നോവയിലെ സമരം തീരുന്നില്ല എങ്കിൽ, അവിടെ ആദിത്യനാഥിന്റെ സർക്കാർ വിട്ടുമടക്കുന്നില്ല എങ്കിൽ, അവിടുത്തെ മാനേജ്മെന്റുകൾ തൊഴിലാളികൾക്ക് അനുകൂലമായ നയം രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ കേരളത്തിലെ മുഴുവൻ CITയുടെ പ്രവർത്തകരും നോയിഡയിലേക്ക് പോകേണ്ടി വന്നാൽ അങ്ങനെ പോകേണ്ടി വരും. അതിന്റെ ഭാഗമായി ഈ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളെയും ചേർത്ത് പിടിക്കാൻ CIT തയ്യാറാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സന്ധ്യാവേളയിൽ ഇവിടെ ചേർന്ന എല്ലാവരെയും CIT സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം.